ഹലോ, ഇന്ന് നമ്മുടെ റംസാൻ ക്ലീനിങ് സീരീസിൻ്റെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് പിക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയ ആണ്, നമ്മുടെ സ്റ്റഡി ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഹോളിൽ ഒരു ഓപ്പൺ ഷെൽഫൊക്കെ ഉള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ ആദ്യത്തെ ഓപ്പൺ ഷെൽഫ് ഓർഗനൈസേഷനും ക്ലീനിങ്ങൊക്കെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് ചെയ്യുന്നത് ഈ ഒരു ടേബിളും ആ ഒരു ഏരിയയും പിന്നെ ഫുൾ വാള് ഒരു ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷനാണ്, റീഓർഗനൈസേഷനാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഡെയിലി റൂട്ടീൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റൂട്ടീൻ തെറ്റിക്കാതെ തന്നെ നമുക്ക് കുറച്ച് ടൈം അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവറോ 45 മിനിറ്റ്സൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു ഏരിയ പിക്ക് ചെയ്യുക, എന്നിട്ടത് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു റംസാൻ ക്ലീനിങ് സീരീസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നിന്ന് ഫുൾ ക്ലീൻ ചെയ്യാനൊന്നും പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, നേരത്തെ ക്ലീൻ ചെയ്തിട്ടുള്ള പാർട്ട് ഡീക്ലറ്റർ ആവാതെയും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഏരിയ ഒന്നും കൂടെ ഒരു മെയിൻ്റനൻസ്, എല്ലാ ദിവസവും നമുക്കൊരു മെയിൻ്റനൻസിൻ്റെ ആവശ്യമുണ്ട്. ഒരു വിഷ്വൽ ക്ലട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നേരാക്കി വയ്ക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫ്ലോർ ക്ലീനിങ്ങും പിന്നെ ആ ഒരു സർഫസ് ചെക്കിങ്ങും കൂടിയിട്ടാണ് ചെയ്യാനായിട്ടുള്ളത്. സിമ്പിളായിട്ടൊരു 1-2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുള്ള ഏരിയ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് ശേഷമായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഏരിയ പിക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഡസ്റ്റ് ഫ്രീ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയ 2 വുഡൻ റാക്ക് ഉണ്ട്, അതൊന്ന് ഞാനിതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നീറ്റായിട്ട് തന്നെ പേപ്പർ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പീസസ്, ഡെക്കോ പീസും അതുപോലെ ആക്സസറി ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് തന്നെ ഡസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഓർഗനൈസേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് റാക്കിലേക്ക് നമ്മൾ തൊട്ട് താഴെയുള്ളത് ടാബിൾ എന്ന് പറയുന്നത് നമ്മൾ മോളുടെ സ്റ്റഡി ഏരിയ ആണ്, സ്റ്റഡി ടേബിളാണ്. അപ്പോൾ അവളുടേതായിട്ടുള്ള കുറച്ച് തിങ്സൊക്കെയാണ് ഈ ഒരു ഷെൽഫിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നേരത്തെ പിന്നെ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ടേബിൾ ഓർഗനൈസേഷൻ്റെ ടൈമിൽ കുറച്ച് പീസസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ടേബിളും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ഫ്ലോർ ക്ലീൻ ചെയ്യാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് ടേബിൾ ക്ലീൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേബിൾ മാറ്റൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് DIYസും കൂടെ, ടേബിളിലേക്ക് വെക്കാനുള്ള കുറച്ച് DIYസും കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിക്കും നമുക്കത് ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ഒക്കെ മതിയാവും നല്ലൊരു ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ചെറിയ ഏരിയാസൊക്കെ. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് DIYസും പിന്നെ വീഡിയോസും കൂടെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും ടൈം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ടേബിളും കൂടെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു സാധാരണ പ്ലാസ്റ്റിക് ടേബിളാണ് കേട്ടോ ഓർഗനൈസേഷൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്ക് ഓവറാണ്. നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലുള്ള ആ ഒരു വുഡൻ സ്റ്റഡി ടേബിളോ നല്ലൊരു മാറ്റോ കാര്യങ്ങളൊന്നുമല്ല, ഒരു പ്ലാസ്റ്റിക് ടേബിളോ. പിന്നെ നമ്മൾ വിരിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു വെള്ള മുണ്ടാണ്. അപ്പോൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള പഴയ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള തിങ്സൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാ അതിലേക്കുള്ള ഓർഗനൈസേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കെലോഗ്സിൻ്റെ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സ്ലാൻഡിങ് ലൈൻ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ബേസ് ഏരിയ അല്ലേ, 2 സൈഡിലും ഇപ്പോൾ എത്രയാണോ ഒരു സൈഡിൽ നിന്ന് എടുത്തത് അത്രയും മറ്റേ സൈഡിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ 10 സെൻറ്റിമീറ്ററാണ് 1 സൈഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും 10 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ലെങ്ത്ത് ഏകദേശം സെയിം ആവുന്ന ഏകദേശം അല്ല, കറക്റ്റ് സെയിം ആവുന്ന രീതിയിലേക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വരൽ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ടെക്സ്റ്റ് ബുക്കും പിന്നെ നോട്ട് ബുക്കും വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന് ഒന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലൊരു എക്സ്ട്രാ ലാൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ കലോക്സിൻ്റെ ബോക്സ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു ക്രോസ് കട്ടിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു മെഷർമെൻറ്റ് മാത്രം, ബേസിൻ്റെ മെഷർമെൻറ്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി ഈ ഒരു ബോക്സ് കുറച്ച് തിന്നായത് കാരണം ഒന്ന് ലെയറിങ് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിതാ ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കലാണ്, വേറൊന്നും ചെയ്യുന്നില്ല.
അപ്പോൾ അതാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഫെവിക്കോൾ ആയതുകൊണ്ട് കുറച്ചൊന്ന് ടൈം എടുക്കുന്ന സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബോക്സിൻ്റെ ബേസ് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈ 2 ബോക്സും ഒന്ന് സൈഡ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഗ്ലൂ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 2 ബോക്സും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു പേപ്പർ വെച്ചിട്ട് തിക്ക് പേപ്പർ വെച്ചിട്ട് 2 ബോക്സും കവർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മളിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തത് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു കപ്പില്ലേ, നമ്മൾ ഹോൾഡറൊക്കെ ബ്രേക്ക് ആയിട്ടുള്ളൊരു കപ്പാണ്. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് കവറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോം ഷീറ്റ് നമുക്ക് വാട്ടർ പ്രൂഫൊക്കെ ആണ്. പിന്നെ അതുപോലെ ഒരു റബ്ബറിൻ്റെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കീറിപ്പോവുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷീറ്റാണ് ഫോം ഷീറ്റ്. അപ്പോൾ ആ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് കട്ടും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻ പോർഷൻ ഞാൻ ജസ്റ്റ് ഒരു ഡിസൈനിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പ്ലെയിനായിട്ട് തന്നെ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ഫോം ഷീറ്റ് ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്കും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പിലേക്കും ഈ ഒരു ഫോം ഷീറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് സ്റ്റിക്കാവാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇളകിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ടൊന്ന് സെക്യൂറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോക്സും സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ നല്ലൊരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ബോക്സ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എഡ്ജ് പോർഷനും കോർണേഴ്സൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാപ്പും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ബോക്സാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ബ്ലൂ കളറിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് 2 ഓർഗനൈസേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഒന്ന് നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റും നോട്ട്സൊക്കെ ഓർഗനൈസ് ചെയ്തെടുക്കാനും നെക്സ്റ്റ് ട്യൂഷൻ നോട്ട്സ് മാത്രം ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെഗ്രിഗേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ കുറച്ച് എളുപ്പമായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാം നീറ്റ്ലി ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ടേബിളിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്രീ ടൈമിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ബുക്സ്, ഡയറീസ്, വരയ്ക്കാനും എഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന ബുക്സ്, കറൻറ്റ് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബുക്കൊക്കെ ഞാനൊരു സൈഡിൽ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ പെൻ ഹോൾഡറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് മാർക്കേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെന്നും പെൻസിൽ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വേസ്റ്റ് ബിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബിൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മൾ കുട്ടികളുടെ ഇതുപോലെയുള്ള അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഇതിൻ്റെ ഒരു ഹുക്ക് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് മോൾ എനിക്ക് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ച സ്ഥലം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ചോദിക്കും, എവിടെയും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോന്നും ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ എൻ്റെ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നീറ്റ്ലി ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു വാച്ചിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്കാക്കി വെക്കാൻ നല്ലതായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു കലണ്ടർ കണ്ടപ്പോൾ ഈ ഒരു കലണ്ടർ വെച്ചിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി നമുക്കിത് ഇങ്ങനെ പ്ലേസ് ചെയ്യാനും പറ്റും, ഫുൾ മെഡൽസ് നമുക്കതിൽ വിസിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു സ്പൈറൽ ബൈൻഡിങ്ങിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിൽ നല്ല ടാപ്പ് വെച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡബിൾ സൈഡഡ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന റിബൺസ് കാര്യങ്ങളൊക്കെ സാധാരണ സെല്ലോ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കിയിട്ട് ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിത് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡബിൾ സൈഡഡ് യൂസ് ചെയ്തിട്ടുള്ളത് അത് കുറച്ച് സ്ട്രോങ് അധസീവ് ആയതുകൊണ്ടാണ്. അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ടല്ലോ ഈ ഒരു മെഡലിന്. അപ്പോൾ അത് ഹോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നോർമൽ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റിൽ നമ്മളത് ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഓൾറെഡി കുട്ടികളുടെ ഫൈനൽ എക്സാമിൻ്റെ ടൈമൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ സ്പേസൊക്കെ ഒന്ന് ഇതുപോലെ എൻഹാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും കൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും അവിടെ വന്നിരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്പേസ് ഒന്ന് ബ്രൈറ്റൻ ആവുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്, ഒരു ഡൾ ഫീൽ വരാത്ത രീതിയിൽ. ഇപ്പോൾ ഇവിടെ ഒരു നിയർ ബൈ വിൻഡോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഡള്ളായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു വൈറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് മാറ്റായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പഠിക്കാനിരിക്കുന്ന ടൈമിൽ ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് എൻറിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റനപ്പായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇത് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.